അങ്ങനെ ഞങ്ങൾ ഇപ്പൊ ഉള്ളത് അമേരിക്കയിലാണ്. കണ്ടില്ലേ കണ്ടില്ലേ ക്രിസ്മസ് ട്രീ കണ്ടില്ലേ? അമേരിക്കയിൽ മാത്രല്ല ക്രിസ്മസ് ട്രീ ഉള്ളത്. അല്ല ഞങ്ങൾ സ്കൂള് വിട്ട് വന്നിരിക്കുന്നു. സ്കൂള് പൊട്ടി ഗൈസ്, ക്രിസ്മസ് വെക്കേഷൻ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരണം വരണം, സ്കൂള് പൂട്ടിയോ? സ്കൂള് പൂട്ടി. എത്ര ദിവസം? 10 ദിവസം. 10 ദിവസം സ്കൂള് പൂട്ടോ. മോളെ സ്കൂള് പൂട്ടിട്ട് എന്താ വിഷമുണ്ടോ? ഇല്ലേ, ഹാപ്പിയാണോ? വാങ്ങിയോ? എല്ലാരും ഉണ്ടല്ലോ. അപ്പൊ അടുത്ത വർഷം കാണാം എല്ലാരും അങ്ങനെ പറഞ്ഞോ. അത് പണ്ട് അതെ അതെ അതെ. ക്രിസ്മസ് അപ്പൊ ഭയങ്കരമേ ഞങ്ങള് അല്ലറിയിട്ടില്ലേ, ഭയങ്കര പാട്ടും ഡാൻസ് ചെയ്യുന്നു. ഭയങ്കര മറ്റേ പട്ടാത്തി കമ്പിത്തിരി എല്ലാ പാട്ടും ഉണ്ടായിരുന്നു. ഗബ്രിയേലിന്റെ അങ്ങനെ ഞാൻ ഈ ബാഗൊക്കെ ഷെൽഫിന്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് തട്ടിയിട്ടുണ്ട്. ഇനി 10 ദിവസം കഴിഞ്ഞിട്ട് എടുക്കാം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ 10 ദിവസം കഴിഞ്ഞിട്ട് പരീക്ഷയാണ്. ജനുവരി 15-ാം തീയതി മുതൽ. ഫ്രണ്ട്സ്, ഞങ്ങളെ സ്കൂളിൽ നിന്ന് മിനിഞ്ഞാന്ന് ടൂറ് പോയിട്ടുണ്ടായിരുന്നു ഊട്ടിക്ക്. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടു തന്നതാണ് ഇത്. പോയില്ല, ഞാൻ പോയിട്ടില്ലായിരുന്നു. അപ്പം എൻ്റെ ഫ്രണ്ട് കൊണ്ടു തന്നു ഇത്. നല്ല രസമുണ്ട്. ഞാൻ ഒരുപാട് ദിവസമായി വിചാരിക്കുന്നു ദിയമോളെ ബാഗ് ഒന്ന് കഴുകണം എന്നുള്ളത്. അപ്പൊ ഇന്ന് സ്കൂള് പൂട്ടി. അപ്പൊ ഇന്ന് ഞാൻ ദിയമോളെ ബാഗ് കഴുകുകയാണ്. ഒത്തിരി സാധനങ്ങളുണ്ട് ഇതില്. ഒന്ന് കണ്ടോ, എന്തൊക്കെയോ പേപ്പറ്, മിഠായി കവറ് ഒക്കെ ഉണ്ട് ഇതിനകത്ത്. ഫ്രണ്ട്സ്, അപ്പൊ ഞാൻ കുളിക്കാൻ പോവാണ്. കുളിച്ച് കഴിഞ്ഞ് വന്നിട്ട് കാണാം. ഫ്രണ്ട്സ്, അപ്പൊ ഞാൻ ഒരുങ്ങി കഴിഞ്ഞു. സെലിബ്രേറ്റ് ആണ്. ക്രിസ്മസ് ട്രീ വാങ്ങി വെച്ചിട്ടുണ്ടോ? ഇല്ല, നമുക്കുള്ള ട്രീയിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പൊ ഞാൻ റെഡി ആയി. ഇനി പുൽക്കൂട് റെഡി ആക്കണം, ക്രിസ്മസ് ട്രീ ഒരുക്കണം. അപ്പം അതിനുള്ള പരിപാടികൾ നോക്കാം. അപ്പം ഞങ്ങൾ പുതിയ പുൽക്കൂട് വാങ്ങിയിട്ടുണ്ട്. അപ്പം ഇതിനി സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. ഇതൊക്കെ ഇത് വേറെ പാർട്സ് ആയിട്ടാണ് ഞാൻ കിടക്കുന്നത്. അപ്പൊ പിന്നെ പഴയ പുൽക്കൂട്ടിന്ന് കുറച്ച് സംഭവങ്ങളും എടുക്കാനുണ്ട്. പഴയത് വുഡിന്റെയാണ്, ഇത് പ്ലാസ്റ്റിക് ആണ്. പക്ഷെ പുല്ലില്ല കേട്ടോ. പക്ഷെ പഴയ പുൽക്കൂടിന് നമുക്ക് കുറെ പുല്ലെടുക്കാനുണ്ട്. അതിന്റെ വൈക്കോൽ എടുത്തിട്ട് നമുക്ക് ഇതൊരു 6 വർഷം പഴക്കമുള്ള പുൽക്കൂടാണ്. കുറച്ച് സംഭവങ്ങളൊക്കെ എടുക്കാം. ഇതാണ് പുതിയ പുൽക്കൂട്. നോക്കട്ടെ. ആദ്യമായിട്ടാട്ടോ, ഇത്രയും കാലത്തെ ജീവിതത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു പുൽക്കൂട് ഞാൻ കാണുന്നത്. ഇപ്രാവശ്യം ഇറങ്ങിയതാണെന്ന് തോന്നുന്നു. നമ്മുടെ ഈ ഏരിയയിൽ ഇപ്രാവശ്യം ഇറങ്ങിയത് ഇങ്ങനത്തെ പ്ലാസ്റ്റിക് കൂടാണ്. ഇത് പഴയ തന്നെയാണ്, പുതിയതായിട്ട് നമ്മളൊന്നും മേടിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷം മേടിച്ചതാണ്. സെറ്റാണ്. പുതിയത് വാങ്ങേണ്ടി വരും.
രസം ഉണ്ടാവും ഉണ്ടോ? അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങള് പഴയ പുൽക്കൂടിന്റെ പുല്ലെടുത്തിട്ട് ഇതിന്റെ മുകളിൽ മേഞ്ഞ് അങ്ങനെ റോഫിങ് കഴിഞ്ഞിരിക്കുന്നു. തൽക്കാലം ഞങ്ങൾ കുറച്ച് പുല്ലൊക്കെ ഇതിന്റെ മുകളിൽ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഇത് വെച്ചപ്പോഴാ രസമായില്ലേ? അതെ അതെ. തട്ടലതിന്റെ ഉള്ളിൽ കൂടെ അതാവുമ്പോ വെയില് കൊണ്ടാലും ഉരുകൂല അല്ലേ? ആ ഗിഫ്റ്റ് 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 ഇത് ട്രീയിലോട്ടുള്ള കേട്ടോ. ആണോ? ഇതും ആ പിന്നെ ട്രീ തന്നെ എല്ലാവരും തൂക്കുന്നുണ്ട്. അതാണല്ലോ ട്രീ. ഫ്രണ്ട്സ്, പുൽക്കൂടിന്റെ ഉള്ളിൽ വെക്കേണ്ട പ്രതിമകളൊക്കെ ഇവിടെ ഉണ്ട്. ഇതിന്റെ മോളൊന്ന് പറിച്ചെടുത്ത് ഇതവിടെ നമുക്ക് ലാസ്റ്റിലൊക്കെ റെഡി ചെയ്യാം അല്ലേ? സാധനങ്ങളൊക്കെ വെച്ചിട്ട് അവിടെ മറ്റേ ഉണങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. ഫ്രണ്ട്സ്, ഇവിടെയാണ് നമ്മള് പുൽക്കൂട് വെക്കണത്. മിക്കിമോൾ ഉണ്ട് കേട്ടോ അവിടെ. ലീഗിലുള്ള നമുക്ക് ലാസ്റ്റ് അവസാന ഡെക്കറേഷനിൽ ചെയ്യാം. ഇത് കണ്ടു കഴിഞ്ഞാലല്ലേ മെഴുകുതിരിയൊക്കെ അപ്പൊ അത് ഇവിടെ ഇനി വെച്ചിരിക്കുന്നു. ഈ മരങ്ങളിലൊക്കെ നമുക്ക് ലൈറ്റ് തൂക്കണ്ടേ? ഇതിലേക്ക് ഇനി പ്രതിമ രൂപങ്ങള്. അതേപോലെ തന്നെ ഞങ്ങള് ക്രിസ്മസ് ട്രീ ആയിട്ട് ഞങ്ങള് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ട്രീ ആണ്. നമുക്ക് പണ്ട് ചെറിയൊരു ക്രിസ്മസ് ട്രീ ഇല്ലായിരുന്നു, ചെറുത്. പിന്നെ ബോൾസ് ഒക്കെ ബോൾസ് ഒരു അതെ, അതില് നമ്മൾ അതെ കൊറേ ബോൾസ് ഉണ്ട്, മണി ഉണ്ട്, അതൊക്കെ നമുക്ക് അതിൽ അങ്ങനെയൊന്നുമില്ല. ആ സൈഡിലും ഈ സൈഡിലും വെക്കാം. ഈ ആൾക്കാരുണ്ടല്ലോ അവരെ ചുറ്റിനും വെക്കുക. ചുറ്റിനും എന്നിട്ട് ഈ മറ്റേ പശുക്കുട്ടി എന്തോ അല്ലേ, ആട്ടുകുട്ടി, അതിന് ഫ്രണ്ടിൽ വെക്കുക. സെന്ററിൽ മറ്റേ എന്താ ഉണ്ണീശ്വരൻ ഒക്കെ പഠിച്ചിരിക്കണു. കള്ള ആട്ടുംകുട്ടീനെ വെക്കുന്നു. ആട്ടുംകുട്ടീനെ ഇത് ആട്ടുംകുട്ടി അല്ല, അത് മാറ്റിക്ക്. അത് ഉണ്ണിയേശുവിന്റെ അച്ഛനാണ്. അപ്പൊ ഇവിടെ അല്ലേ വെക്കണ്ടേ? ഇനി ഇതെന്താണ്, ക്യാമലല്ലേ? അത് ആട്ടുംകുട്ടിന്റെ അച്ഛൻ. ഇപ്പുറത്ത് മാത്രം, ഇപ്പുറത്തും കുറച്ച് ആൾക്കാരെ നിർത്ത്. ആ സൈഡിൽ കൂടെ ഒക്കെ വെക്കേ. ഫ്രണ്ടില് അല്ല, ഫ്രണ്ടിലല്ല. തലയില് സ്വർണ്ണ കളറുള്ള കുറെ ആൾക്കാരുണ്ടല്ലോ. അത് അല്ല, അപ്പൊ മാതാവിനെ കണ്ടില്ലല്ലോ. ഉണ്ണിയേശുവിനെ ലാസ്റ്റ് വെക്കാം. അതേ പറഞ്ഞത്, ആ ചെമ്പാനുള്ള ആളെ നടക്കും. അർജുനാണ് ആ തലയില് സ്വർണ്ണ കളറുള്ള ആള്, പ്രമുഖനാണ്. മുപ്പേ കുറച്ച് സൈഡ് അത് മറ്റേ രാജാക്കന്മാര് കാണാൻ വന്നത്, കാഴ്ചകളായിട്ട് 3 രാജാക്കന്മാര് വന്നു. അതിൽപ്പെട്ടവരാണ് അത്. ഒട്ടകം അവര് വന്ന സഞ്ചരിച്ച ഇതാണ്. ആ ഒട്ടകാണ് അതാ. മാലാക സെറ്റ് ആയില്ലേ? സെറ്റായി. കുരിശിലല്ലേ വെക്കണ്ട മാലാകനെ? ഗൂർശ അത് സ്റ്റാർ അല്ലേ? ഇപ്പുറത്ത് വെച്ച് ഫ്രണ്ട്സ്, അമ്മ ഈ ഇലകളൊക്കെ കട്ട് ചെയ്യണം. ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം. ഫ്രണ്ട്സ്, നമ്മുടെ LED ലൈറ്റ് ചെറുതായിട്ടൊന്ന് തൂക്കിയിട്ടുണ്ട്. അതൊന്നും കൂടെ ഒന്ന് ശരിയാക്കാനുണ്ട് തൂക്കിയത്. അപ്പം നമുക്ക് ക്രിസ്മസ് ട്രീയില് സ്റ്റാറും ഉണ്ടൊക്കെ തൂക്കാം, ബോൾസ് ഒക്കെ തൂക്കാനുണ്ട്. ഞങ്ങള് സാധാരണ ഉണ്ടല്ലോ ക്രിസ്മസിന്റെ തലേന്നാണ് ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്യല്. പക്ഷെ അടുത്ത ക്രിസ്മസ് ആവുന്നതിന്റെ 2 ആഴ്ച മുന്നേ ഇതൊക്കെ എടുക്കാറ്. സാധാരണ എല്ലാരും ക്രിസ്മസ് കഴിയുമ്പോ ഇതൊക്കെ ഊരി വെക്കും. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല. ഹായ്
ഉള്ളിൽ വെച്ചോ? ഉള്ളിൽ വെച്ചോ? ഞാൻ സെലക്ട് ചെയ്യാം. ഇത് കളിക്കാൻ ഒരു രസമല്ല. അപ്പോൾ പിന്നെ ഇറങ്ങുന്ന പണി തെറ്റേടി. ഇതിന് കയറില്ല, കയറത്തുണ്ടോ? ഇതെങ്ങനെയാണ്? പുൽക്കൂടിന്റെ മുകളിൽ തോന്നുന്നത് നല്ല രസമുണ്ടല്ലേ. ഇപ്പൊ പിന്നെ കാറ്ററിങ് സൂപ്പറായി. മോളിക്ക് വെച്ചോ? നോക്ക് ഇത് എങ്ങനെ തൂക്കാവെന്ന് പറഞ്ഞെന്നാ പറയ്. അങ്ങനെ പുൽക്കൂട് റെഡി ആയിട്ടുണ്ട്. ഇനി അമ്മ സ്റ്റാറും ബെല്ലും തൂക്കാണ്. എവിടെ? ആ ഇതില് ചെണ്ടയും തൂക്കിയിട്ടുണ്ട്, ബെല്ലും തൂക്കിയിട്ടുണ്ട്. ബെല്ല് തൂക്കിയത് ഞാൻ വിചാരിച്ചു ഇവിടെ ഒന്നും ഈ വള്ളിയൊന്നും കെട്ടിയിട്ടൊന്നും ഇല്ലല്ലോ. അപ്പൊ നോക്കുമ്പോ ഈ കമ്പ് ഈ ഇവിടെ പശ കൊണ്ട് ഒട്ടിച്ചു വെച്ചേക്കാം. എന്തോ ആ ഇവിടെ ലൈറ്റ് തൂക്കാണ് ഗൈസ്. അല്ല പപ്പയും മുകിലുമാമനും. എന്താ വന്നിരിക്കുന്നത് എനിക്ക്? ക്രിസ്മസ് ക്രിസ്മസ് അപ്പൂപ്പന. ക്രിസ്മസ് അപ്പൂപ്പനാണോ? ഇവിടെ വൈറ്റും പിന്നെ ഇങ്ങോട്ട് താഴത്തേക്ക് ഇവിടെ റെഡും. ഇനി നമുക്ക് ഒരു ക്രിസ്മസ് അപ്പൂപ്പന്റെ വേഷം കിട്ടി ഒരു തൊപ്പിയിട്ട് നമുക്ക് ക്രിസ്മസ് അപ്പൂപ്പനെ നിക്കിനാക്കാം. നോക്ക് ആരെയോ വെയിറ്റ് ചെയ്യാണ്. നമ്മളൊരു റീലിട്ടില്ലേ, ഒരു വെട്ടം പൂക്കാനും വരുവാനുണ്ടെന്നു ഞാൻ. എല്ലാരും മാറുന്നോ? ഈ ലൈറ്റ് ഓഫ് ചെയ്. ഇവിടുത്തെ ലൈറ്റ് ഓഫ് ചെയ്. ഇതായിട്ടില്ല. ഇവിടുത്തെ വന്നു, ഇത് ഇവിടുത്തെ വന്നു. പുൽക്കൂടിന്റെ അവിടുത്തെ വന്നു. ലൈറ്റ് സെറ്റ് ആയില്ലേ ദിയമോളെ? മിന്നി 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 കണ്ണു ചിമ്മി. ആ പിന്നെ ദേവു ചെറി ട്രെൻഡ്സ് നമുക്ക് ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. ക്രിസ്മസ് കുഞ്ഞിനും ഉണ്ട്. ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ചെറിയ ട്രെൻഡ്സ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വന്ന ഗിഫ്റ്റ് ആണിത്. അപ്പൊ എന്താ ഗിഫ്റ്റ് എന്ന് നമുക്ക് തുറന്ന് നോക്കാം. ഡ്രസ്സാണ് ഗൈസ്. ഇഷ്ടായി. ഞാൻ ഇട്ട് വരാം കേട്ടോ ഗൈസ്, ഞാൻ ഇട്ട് വരാം. സൂപ്പർ ആയിട്ട് ഭയങ്കര ഇഷ്ടായി. നല്ല കളറ്. നല്ല രസമുണ്ട്. അതെ അതെ നല്ല ഭംഗിയുണ്ട്. അല്ലേ ആന്റിക്ക് ഒരു താങ്ക്സ് പറഞ്ഞേക്ക്. ചെറിയ ട്രെൻഡ്സ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ്. അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ ഡ്രസ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ ട്രെൻഡ്സ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് മെസ്സേജ് ചെയ്യുക. അപ്പം അവര് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ് അവർക്ക് നിങ്ങൾ പറയുന്ന മോഡലിൽ അവർ സ്റ്റിച്ച് ചെയ്ത് തരും. അതെ അതെ ഓ ഇത് പൊളിയായി. ഏറ്റവും രസമായത് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. നല്ല രസമായില്ലേ? ഇത് ഫുള്ള് ഈ മാവ് ഫുള്ള് കവർ ചെയ്ത് ദേവ് സെൽഫി എടുക്കാണ്. കരോള് 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 കരോള്
കരോള് പോകുന്ന ശബ്ദം. വേറെ ലൈറ്റ് ഉണ്ട്. അടിപൊളിയില്ലേ സെറ്റ്. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഇപ്പൊ ഉള്ളത് അമേരിക്കയിലാണ്. കണ്ടില്ലേ ക്രിസ്മസ് ട്രീ കണ്ടില്ലേ? അമേരിക്കയിൽ മാത്രല്ല ക്രിസ്മസ് ട്രീ ഉള്ളത്. അല്ല, അമേരിക്കയിലാണല്ലോ അടിപൊളി. അപ്പൊ സെറ്റായില്ലേ? അങ്ങനെ ഈ വർഷത്തെ ക്രിസ്മസ് തലേന്ന് ഞാൻ നിൽക്കും ഡാൻസ് കളിക്കാണ്. നല്ല ഊള ലുക്ക് ഉണ്ട് ഗൈസ്. അങ്ങോട്ട് ഇളക്കാതെ പിടിക്കേ. സർവലോകർക്കും നന്മയേകും കാരുണ്യമായി മാറില്ലൊരാരോമൽ ഉണ്ണി പിറന്നല്ലോ. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ ഡാൻസ് ഒക്കെ കളിച്ച് കഴിഞ്ഞ് അപ്പം ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റ് ചെയ്ത് എങ്ങനെയുണ്ട്? അടിപൊളിയായില്ലേ? നിങ്ങൾ കമന്റ് ബോക്സിൽ ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തു. ഞാൻ തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും കൂടുതൽ ഇപ്രാവശ്യമാണ് നമ്മൾ ക്രിസ്മസ് എന്നൊക്കെ ആഘോഷിച്ചിട്ടുണ്ടായില്ല. ഏറ്റവും കൂടുതൽ ഭയങ്കര വന്നിരിക്കുന്നത് ഇപ്രാവശ്യമാണ്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പൊ ഇപ്പൊ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ, ഹാപ്പി ക്രിസ്മസ്.